എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. പരിപ്പും മുരിങ്ങയിലയും വെച്ചുള്ള ഒരു കറിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് മുരിങ്ങയില. ഇവിടെ മാർക്കറ്റിൽ ഗൾഫിൽ വളരെ കുറച്ച് സമയത്ത് ഇത് കിട്ടുകയുള്ളൂ. അപ്പം കിട്ടിയ സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് ഉണ്ടായിരുന്നു. പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് പരിപ്പും മുരിങ്ങയിലയും കൊണ്ടുള്ളൊരു കറി. അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ: 1 കപ്പ് പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം വെച്ചിരിക്കുകയാണിത്. പിന്നെ വേണ്ടിയത് മുരിങ്ങയില ഞാൻ 4 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ 4 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടുക് താളിക്കാനായിട്ട് 5 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 5 വറ്റൽമുളക് ചെറുതായിട്ട് കട്ടിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും വേണം, ആവശ്യത്തിന് വേണ്ട ഉപ്പും വേണം. അപ്പോൾ നമുക്ക് പരിപ്പ് മുരിങ്ങയില കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അതിലോട്ട് കുക്കറിലോട്ട് ഞാൻ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പരിപ്പ് വേവിക്കാം. പരിപ്പ് വേവാനായിട്ട് എത്ര ഫിസിൽ വേണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ച് ആണ് വ്യത്യാസമുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ പരിപ്പിന് കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു മീഡിയം തീയിൽ ഒരു ഫിസിൽ അടിക്കുമ്പോഴത്തേക്ക് എൻ്റെ പരിപ്പ് റെഡിയാകും. പിന്നെ വേണ്ടിയത് അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, എരിവിനനുസരിച്ച് 2 പച്ചമുളക്, 1 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളവർ തന്നെ ആദ്യം ഇത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ നല്ലതായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. ഒത്തിരി വെള്ളത്തിൽ അരയ്ക്കരുത്. ഒത്തിരി വെള്ളത്തിൽ അരച്ചാൽ തേങ്ങ അരയില്ല. കുറച്ച് വെള്ളം നോക്കി വേണം അരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് അരച്ചിട്ട് കാണിക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഫിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മൊത്തമായിട്ട് അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അരപ്പൊന്നും തിളയ്ക്കട്ടെ. ഇപ്പം ഞാനിതിൽ ഡയറക്റ്റ് മുരിങ്ങയില ഇതിലോട്ട് ചേർക്കുന്നില്ല. ഡയറക്റ്റ് മുരിങ്ങയില ചേർക്കുമ്പോൾ എന്താ ഒരു പച്ച ചുവയ്ക്കും. ഞാൻ മുരിങ്ങയില ഒന്ന് വഴറ്റിയിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അരപ്പ് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാനിലോട്ട് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് നാടൻ കറികൾക്കൊക്കെ വളരെ നല്ല ടേസ്റ്റ്. എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആകണം. ഇനി ഇതിലോട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് മതി. ഇത് ഇങ്ങനെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് കറി വെക്കുന്നതാണ് കുറച്ചും കൂടി മുരിങ്ങയില കറിക്ക് ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് തേങ്ങ അരയ്ക്കുന്ന കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് മുരിങ്ങയില ഇട്ട് വേവിക്കാം. പക്ഷെ അപ്പോൾ ഒരു പച്ചപ്പ് ചുവയ്ക്കാറുണ്ട്. അതിലും നല്ലത് ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ കുക്കറിലെ പരിപ്പ് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ ഒഴിക്കുമ്പം ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്ന ഒരു റെസിപ്പിയാണ് പരിപ്പ് മുരിങ്ങയിലയും കൊണ്ടുള്ള കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഗൾഫിലാണ് താമസിക്കുന്നത്. മുരിങ്ങയില കിട്ടാൻ വളരെ കുറവാണ്. ഇന്നിപ്പോൾ ഓണ സമയമൊക്കെ ആയതുകൊണ്ടാണ് മുരിങ്ങയില വന്നത്.
അപ്പോൾ അതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.